എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നാടൻ കറി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരുവും പിന്നെ വൺപയറും കൂടെ വെച്ചിട്ട് നല്ലൊരു ചാറ് കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. ശരിക്കും ഇതൊരു നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ നമ്മൾ പല രീതിയിലൊക്കെ നമ്മളെല്ലാവരും കറി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കോ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡിലൊരു മീൻ വറുത്തതോ ഒരു തോരനോ ഒക്കെ കൂട്ടി, തോരൻ ഇല്ലെങ്കിലും ഒരു മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാൻ, ഉണക്കമീനൊക്കെ ആണെങ്കിൽ നല്ലത്, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് നല്ലൊരു കറിയാണ് കേട്ടോ ഈ ഒരു കറിയെ. അപ്പം പറ്റുന്ന കൂട്ടുകാരൊക്കെ ഇത് വെക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുവാണേ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് പകുതിയെങ്കിലുമൊക്കെ ഒന്ന് കാണണം കേട്ടോ, ഫുള്ള് കണ്ടില്ലെങ്കിലും കുറച്ചെങ്കിലും കാണണേ. അപ്പോൾ വൺപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുതിർത്ത വൺപയർ നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചക്കക്കുരുവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരുവും കൂടെ നമുക്ക് കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാവേ. അപ്പം കുക്കറിനകത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറിനകത്ത് വെക്കുന്നത്. അപ്പോൾ ചട്ടിയിലൊക്കെ വെക്കുവാണെങ്കിൽ അധിക സമയം എടുക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തേക്ക് വെക്കുന്നത്. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വേകുന്ന സമയം നമുക്കൊരു അരപ്പും കൂടെ തയ്യാറാക്കാവേ. നല്ല കാന്താരിമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാന്താരിമുളകും പിന്നെ തേങ്ങായും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ച് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ചക്കക്കുരുവും പയറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉടച്ചു കൊടുക്കുമ്പോഴായിരിക്കും ഒരു പ്രത്യേക ഒരു ഇത്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഉടച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ സമയം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവുമേ. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പൊക്കെ ചേർത്താണ് വേവിച്ചത്. അപ്പോൾ എന്നാലും നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാൻ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചേർത്ത വീഡിയോയിൽ വിട്ടുപോയി കേട്ടോ, ഉപ്പ് രണ്ടാമത് ചേർത്തത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അരപ്പെല്ലാം ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ കറി നന്നായിട്ട് ഇളക്കിയെടുത്ത് നമുക്കൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കത്തില്ല, കുറച്ചൊന്ന് ചൂടായാൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഓഫ് ചെയ്തിട്ട് കടുക് തളിക്കാൻ പോവുകയാണേ. അപ്പോൾ കടുക് തളിക്കുന്നതിനകത്ത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ട് പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും 2-3 അല്ലി വറ്റമുളകും എല്ലാം കൂടി ഇട്ട് നമ്മൾ കടുക് താളിച്ചെടുക്കുവാണേ. അപ്പോൾ കടുക് താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചിലപ്പം മുളക് പൊടി ചില ആൾക്കാർ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ചേർക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ കടുകും കൂടെ താളിച്ച് കറിക്കകത്തേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായ നല്ല നാടൻ ചക്കക്കുരു പയർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉറപ്പായി നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.